ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, കഴിഞ്ഞ ആഴ്ചത്തെ ലോയും ഹൈയും നമുക്ക് മാർക്ക് ചെയ്തിടാം. ഇതാണ് കഴിഞ്ഞ വീക്കിലി ഹൈ, ഇതാണ് വീക്കിലി ലോ. ഞാൻ കളർ ജസ്റ്റ് ഒന്ന് മാറ്റിയിടുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇനി അതിൻ്റെ ഉള്ളിൽ വരയ്ക്കേണ്ടി വരും, അതുകൊണ്ടാണ്. വീക്കിലി ലോ ആൻഡ് വീക്കിലി ഹൈ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വീക്ക് എന്ന് വെച്ചാൽ ഈ ആഴ്ചൻ്റെ മുന്നത്തെ വീക്കിലുള്ള ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ചെയ്യുക മാത്രമല്ല, ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് കയറി പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താണ് നമ്മൾ അർത്ഥമാക്കുന്നത്, ഇവിടുന്ന് റിജക്ഷൻ വന്നിട്ടുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. പക്ഷെ റിജക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ പോലും എന്താണ്, ഒരു കാര്യമായ റിജക്ഷൻ ആയിട്ടില്ല. കാരണം പ്രീവിയസ് ഇതിന് മുന്നത്തെ 1, 2, 3 മൂന്നാമത്തെ ആഴ്ച, നാലാമത്തെ ആഴ്ചയുടെ ലോയിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് റിജക്ഷൻ വന്നു. റിജക്ഷൻ വന്നു കഴിഞ്ഞ് പ്രീവിയസ് വീക്കിൻ്റെ പ്രീവിയസ് വീക്കിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് വന്നു. അവിടെ നിന്ന് നല്ലൊരു റിജക്ഷൻ വന്നു. റിജക്ഷൻ വന്നിട്ട് ഇപ്പോൾ നിൽക്കുന്നത് 4 ആഴ്ച മുന്നേ ഉള്ള ഒരു ക്യാൻഡിലിൻ്റെ ലോയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും ബ്രേക്ക് നടന്നിട്ടുണ്ട്. നോക്കിയറിയാം, നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയറിയാം, അവിടെ എന്താണ് ബ്രേക്ക് നടന്നിട്ടുണ്ട്. ബ്രേക്ക് നടന്ന് ജസ്റ്റ് മുകളിലാണ് നിൽക്കുന്നത്. ബ്രേക്ക് ഒരു മിനിറ്റ് കേട്ടോ, ഒരു പക്ഷേ മുകളിലോട്ടുള്ള ബ്രേക്കാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. മുകളിലോട്ട് റിജക്ഷൻ ആണ് പറഞ്ഞത്, ബ്രേക്ക് അല്ല, സോറി. ഓക്കെ, ഇല്ല, അവിടെ നടന്നിട്ടില്ല. അപ്പോൾ അവിടെ വന്നിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്കത് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ നമുക്കത് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകണം. അപ്പോൾ എവിടുന്ന് പോയി എന്ന് ഒന്നുകൂടി പറയാം. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന പോലെ എവിടുന്നാണ് പോയിരിക്കുന്നത്, ഇംബാലൻസിലാണ് പോയിരിക്കുന്നത് അല്ലേ. അതേ ഇംബാലൻസിലാണ് വന്നിട്ടാണ് വീണ്ടും ഇറങ്ങി വീണ്ടും തിരിച്ചു മുകളിലോട്ട് പോയിരിക്കുന്നത്. ഇംബാലൻസിൽ വന്നു, വീണ്ടും പോയി തിരിച്ചു മുകളിലോട്ട് പോയിരിക്കുന്നത്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. അപ്പോൾ ഇംബാലൻസിൽ വന്ന് തിരിച്ചു മുകളിലോട്ട് പോയി, അതിൻ്റെ കുറച്ച് ഇവിടുന്നുള്ള കുറച്ച് റിയാക്ഷൻ കിട്ടി, മുകളിലോട്ട് തന്നെ പോയി. പക്ഷേ കാര്യമായിട്ടുള്ള മുകളിലോട്ട് പോക്കല്ല. അപ്പോൾ ഈ ആഴ്ച പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാം. ഈ ആഴ്ച ഞാൻ പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ചൊന്നുകൂടി മുകളിലേക്ക് കയറും. ഈ ഒരു ലെവലിൽ കയറി കഴിഞ്ഞിട്ട് മാർക്കറ്റ് വീണ്ടും താഴോട്ട് തന്നെ വരും. ലോ ചെയ്തിട്ട് താഴോട്ട് തന്നെ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ കുറച്ച് കാരണങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഷോർട്ടർ ടൈം ഫ്രെയിമിലേക്ക് പോകാം. ഷോർട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകാം നമുക്ക്. അപ്പോൾ ഇപ്പോൾ വീക്കിലി അല്ലേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡേയിലേക്ക് പോകാം. ഡേയിലേക്ക് പോകുമ്പോൾ എന്താണ്, വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്, കഴിഞ്ഞ ലാസ്റ്റ് വീക്കിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്, മുകളിൽ നിന്ന് ഒരു വീഴ്ച വന്ന് അതിൻ്റെ പ്രീവിയസ് വീക്കിലാണ് ഒരു വീഴ്ച വന്നു. ആ വീഴ്ചയാണ് ഇത്. അത് വന്നിട്ട് ചെറുതായിട്ടൊന്ന് ഒരു റിട്രേസ്മെൻറ്റ് തന്നു, മുകളിലേക്ക് പോയി. അവിടെ നിന്ന് വീണ്ടും സ്ട്രോങ് ആയിട്ടുള്ള ഒരു വീഴ്ച തന്നു. ആ വീഴ്ച തന്നു കഴിഞ്ഞിട്ട് പിന്നെ ട്രേഡ് ചെയ്തിരിക്കുന്ന ദിവസങ്ങളെല്ലാം എന്താണ്, ഫസ്റ്റ് വീണ ക്യാൻഡിലിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് ട്രേഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഫ്രൈഡേയിൽ വന്നിരിക്കുന്ന ക്യാൻഡിൽ എന്താണ്, ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. എന്ന് വെച്ചാൽ രണ്ട് സൈഡിൽ നിന്നുള്ള പ്രഷർ ഉണ്ട്. മാർക്കറ്റ് എങ്ങോട്ട് മൂവ് ചെയ്യാൻ നമുക്കൊരു പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. പ്രഷർ ഉണ്ട്. പക്ഷേ നമുക്ക് നോക്കുമ്പോൾ ഒരു കാര്യം അറിയാം, എന്താണ് ഇവിടെ എന്താണുള്ളത്, ഇവിടെ നമുക്കൊരു എന്താണ് റെസിസ്റ്റൻസ് ഉണ്ടാവും. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. റെസിസ്റ്റൻസിൻ്റെ കളർ ഞാൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് അല്ലേ. ആ റെസിസ്റ്റൻസിൽ നിന്നിട്ട് 2 തവണ പോയിട്ട് ഹിറ്റ് ചെയ്തിട്ടാണ് താഴെ, മൂന്നാമത്തെയും ക്യാൻഡിൽ അത് തന്നെ, മൂന്നാമത്തെ ക്യാൻഡിലും പോയിട്ട് ഹിറ്റ് ചെയ്തിട്ടാണ് താഴോട്ടേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി താഴോട്ടേക്ക് വരാനുള്ള സാധ്യത എന്താണ്, ഡേ ക്യാൻഡിൽ നോക്കുന്ന സമയത്ത് നമുക്ക് കാണുന്നത് എന്താണ്, ഇവിടെ ഒരു സപ്പോർട്ടും കൂടി കിടക്കുന്നുണ്ട്. ഡേ ക്യാൻഡിൽ ഒരു സപ്പോർട്ട് കിടക്കുന്നുണ്ട്. അതായത് ഇവിടെ ഒരു സപ്പോർട്ട് കിടക്കുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ഒരു ക്യാൻഡിലും കൂടി നമുക്ക് ചേർത്ത് വരച്ച് കഴിഞ്ഞാൽ ആ ഒരു സപ്പോർട്ടിലാണ് കഴിഞ്ഞ ഫ്രൈഡേ വന്നിട്ട് തിരിച്ചു പോയത്. അപ്പോൾ യൂഷ്വലി ഇങ്ങനൊരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് എന്തായിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക, ഇങ്ങനൊരു അവസ്ഥയിൽ നിന്നൊരു കൺസോളിഡേഷൻ വർക്ക് ചെയ്ത സമയത്ത് നമുക്ക് എന്തായിരിക്കും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക, ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഓപ്പോസിറ്റ് അല്ല, ഒരു വൺ സൈഡ് ഡയറക്ഷൻ പ്രതീക്ഷിക്കാം. ഞാൻ നോക്കുമ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കുമ്പോൾ എന്താണ്, ഇത് നോക്കുമ്പോഴാണ് റെസിസ്റ്റൻസ് ഇത്തിരി സ്ട്രോങ് ആണ് അല്ലേ. മൾട്ടിപ്പിൾ ടൈം ഇത് ബ്രേക്ക് ചെയ്ത് വന്നു, മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് ഇവിടെ വന്നിട്ട് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക് ചെയ്ത് വന്നു, വീണ്ടും മുകളിലോട്ട് പോയി,
മുകളിലോട്ട് പോയിട്ട് അതേ റെസിസ്റ്റൻസിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ട് വീണ്ടും ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവിടെ നമുക്ക് വീണ്ടും എന്താണ് റീടെസ്റ്റ് ചെയ്തിട്ട് താഴോട്ടേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഒന്നുകൂടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു ലെവലിലേക്ക്, ഒരുപക്ഷെ ഈ ഒരു ലെവലിലേക്ക് കയറിയിട്ട് ഇതിൻ്റെ സപ്പോർട്ടിലേക്ക് പോയിട്ട്, സപ്പോർട്ടല്ല റെസിസ്റ്റൻസിലേക്ക് പോയിട്ട് ഈ ഒരു ലെവലിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു വീഴ്ചയും പ്രതീക്ഷിക്കുന്നുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി അത് തിങ്കളാഴ്ച തന്നെ സംഭവിക്കാനും സാധ്യതയുണ്ട്. കാരണം ഇൻഡിസിഷൻ വന്നതുകൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മോളിൽ പോയിട്ട് താഴോട്ടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇത് ഡേയിലാണ് കേട്ടോ. നമുക്ക് കുറച്ചും കൂടി റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 4 hourലേക്ക് നോക്കാം. 4 hourൽ നോക്കുമ്പോൾ 4 hourൽ എന്താണ് പറഞ്ഞ പോലെ തന്നെ റെസിസ്റ്റൻസ് നന്നായി തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് 4 hourൽ അല്ലേ. 4 hourൽ നോക്കിയാൽ റെസിസ്റ്റൻസ് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് ഇറങ്ങി ബ്രേക്ക് ചെയ്തെന്നല്ല, അവിടെ റീടെസ്റ്റ് ചെയ്ത് താഴോട്ടേക്ക് ഇറങ്ങി വീണ്ടും അവിടെ ചെന്നിട്ട് എന്തായി സംഭവിച്ചിരിക്കുന്നത്, അവിടെ വീണ്ടും സംഭവിച്ചിരിക്കുന്നത് എന്താണ്, അവിടെ ഒരു റെസിസ്റ്റൻസിൽ പോയിട്ട് വീണ്ടും റീടെസ്റ്റ് ചെയ്തു താഴോട്ടേക്ക് ഇറങ്ങി വീണ്ടും വന്ന് അവിടെ പോയി റീടെസ്റ്റ് ചെയ്തു താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്, താഴെ വന്നിട്ട് മുകളിലോട്ടാണ് പോയിരിക്കുന്നത്. പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ക്യാൻഡിൽ എന്താണ്, 4 hourൽ കിട്ടിയിരിക്കുന്ന ഒരു ക്യാൻഡിൽ എന്താണ്, ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഇതിൽ തന്നെ മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയാനുള്ള കാരണം നോക്കി കഴിഞ്ഞാൽ അറിയാം എന്താണ്, നമുക്ക് ഇവിടെ ഒരു ഇംബാലൻസ് കിടക്കുന്നുണ്ട്. ശ്രദ്ധിച്ചറിയാം, ഇവിടെ ഒരു ഇംബാലൻസ് കിടക്കുന്നുണ്ട്. ഇവിടെ ഒരു ഇംബാലൻസ് കിടക്കുന്നുണ്ട്. ആ ഇംബാലൻസ് ഫില്ല് ചെയ്തിട്ടായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി താഴോട്ടേക്ക് വരുന്നത്. അപ്പോൾ റേഞ്ച് ഒന്ന് നോക്കി വെക്കുന്നത് എല്ലാവർക്കും നന്നായിരിക്കും. എന്താണ് റേഞ്ച് എന്നുള്ളത് വെക്കുന്നത് നന്നായിരിക്കും. ഇവിടെ ഏകദേശം 16 പിപ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്നുള്ള രീതിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഈ ഒരു ഇതിൻ്റെ റേഞ്ച് നോക്കി വെക്കാം. ഈ 23,337.200, 23,26,702 ആ റേഞ്ചിലേക്ക് മാർക്കറ്റ് ഒരിക്കൽ കൂടി വരാനുള്ള സാധ്യതയുണ്ട്. വന്നു കഴിഞ്ഞിട്ട് ആയിരിക്കും താഴോട്ടേക്കുള്ള വീഴ്ച. അപ്പോൾ ഇത്രയും നമ്മൾ വീക്ക്ലി അനാലിസിസിൽ നോക്കുന്നുള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഓവറോൾ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീക്ക്ലി അനാലിസിസ് നോക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീക്ക്ലി അനാലിസിസ് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നു. ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് ക്വിക്കായിട്ട് ചോദിച്ചോളൂ. ഇനി 2-3 കറൻസികൾ കൂടി നമുക്ക് നോക്കാനുണ്ട്. ഒന്ന് പറഞ്ഞോളൂ ആർക്കെങ്കിലും സംശയമോ കാര്യങ്ങളുണ്ടെങ്കിൽ. ഇതിൻ്റെ ടാർഗറ്റ് ഞാൻ ഇവിടെ വരെ ഇപ്പോഴത്തെ 4 hourൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടാർഗറ്റാണ് വെക്കുന്നത്. ഇങ്ങനെയാണ് വെക്കുന്നത്. ഏകദേശം ഒരു 1000 പിപ്പിൻ്റെ ഒരു വീഴ്ച നെക്സ്റ്റ് വീക്കിൽ കാണുന്നുണ്ട്. ആർക്കെങ്കിലും സംശയമോ കാര്യങ്ങളുണ്ടോ? കേൾക്കുന്നില്ല? ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടല്ലോ? സംശയമോ കാര്യങ്ങളോ ഇല്ലല്ലോ?